ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ, ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാൻ ഞാൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടാ അവർ വീഡിയോ എടുക്കുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നവരും ഇപ്പം നമ്മുടെ ആൾക്കാർ മാത്രമല്ല, നിന്നവരടക്കം എല്ലാവരും മോളെ തിരക്കല്ലേ പോയിട്ട് വാ, അതൊന്നും പ്രശ്നമില്ല, അവിടെ നിന്ന് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. ഇലക്ഷൻ കഴിഞ്ഞാലെങ്കിലും ഈ കൊണേടി ഒന്ന് നിർത്തിക്കൂടെ? അഖിൽമാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് എന്തൊരു വെറുപ്പിക്കലാണ് ഇഷ്ടം. ഇയാൾക്ക് യാതൊരു വിധ നിലപാടുമില്ലാത്ത തികഞ്ഞ അവസരവാദിയായിട്ടുള്ള മൊണ്ണയാണ് എന്ന് ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇയാൾ ഒരിക്കലും ഇലക്ഷന് ജയിക്കാൻ പോണില്ല എന്നും ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നാലും കൊണേടിക്ക് മാത്രം യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ 2020 ചേർന്നപ്പോൾ മുതൽ മതവർഗീയവാദികളും കമ്മികളും എനിക്കെതിരെ ഇറങ്ങി തിരിച്ചതാണ്. മതവർഗീയവാദികളും കമ്മികളും ഇവനെതിരെ ഇറങ്ങി തിരിച്ചതാണ് പോലും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നീ പറഞ്ഞ ഈ മതവർഗീയവാദിയൊന്നുമല്ല, കമ്മിയുമല്ല. നീ 2020 ചേർന്നതിന് ശേഷമല്ല ഞാൻ നിന്നെ വിമർശിക്കാൻ തുടങ്ങിയത്. അതിനും എത്രയോ കാര്യങ്ങൾക്ക് മുമ്പ് നിന്റെ ഇരട്ടത്താപ്പുകൾക്കെതിരെയും നിലപാടുകൾക്കെതിരെയും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിനക്കെതിരെ സംസാരിക്കുന്നവരെയൊക്കെ പിടിച്ച് മതവർഗീയവാദി ആക്കിയല്ല മാരാറെ. അത് നിന്റെ പുതിയ അടവാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? വർഗീയ പാർട്ടിയുടെ ഭാഗമായി നിന്നാണ് ഇവൻ ഈ കോണ അടിക്കുന്നതെന്ന് ഓർക്കണം. എന്തായാലും ബാക്കിയോട് വായിച്ചു നോക്കാം. ഇതിൽ എത്രയോ വർഷങ്ങളായി ഞാൻ കേൾക്കുന്ന ഒരു വിളിയാണ് സംഘി എന്നത്. സത്യം പറയുന്നവനെ ഇല്ലാതാക്കാൻ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ ഐറ്റം. ഓക്കെ, സംഘി എന്ന വിളി അല്ലെങ്കിൽ ചൂടാപ്പി എന്ന വിളി. നമുക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്ന ഹിന്ദു മതവിശ്വാസമായിട്ടുള്ള ഒരാളെ സംഖ്യയാക്കുന്നതും മുസ്ലിം മതവിശ്വാസിക്ക് സുഡാപ്പി ചാപ്പ് അടിച്ചു കൊടുക്കുന്നതും ഒക്കെ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് സംഖ്യ സുഡാപ്പി ചാപ്പ് അടിക്കുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല. പക്ഷെ മാരാർ ഇവിടെ പറഞ്ഞ പോലെ അയാൾ ആരും സംഖ്യയാക്കി മാറ്റിയതല്ല. അയാൾ അധ്വാനിച്ച് നേടിയ ഒരു ടൈറ്റിലാണ് സംഖ്യ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കിട്ടിയ വിളിപ്പേരാണത്. സത്യം പറഞ്ഞതുകൊണ്ട് എല്ലാവരും എന്നെ പിടിച്ച് സംഖ്യയാക്കിയെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിന് നീ എപ്പോഴാണ് മോനെ സത്യം പറഞ്ഞിട്ടുള്ളത്? നിലപാട് മാറ്റാനല്ലാതെ നീ എപ്പോഴെങ്കിലും വാ തുറന്നിട്ടുണ്ട്? ഒരു സത്യാന്വേഷി വന്നിരിക്കുന്നു. എന്തായാലും ബാക്കിയോട് അയച്ചു വെക്കാം. ഒരാളെ സംഖ്യയാക്കി ചിത്രീകരിക്കുമ്പോൾ കേരളത്തിൽ 85% പേരും എതിർക്കും എന്ന പ്രായോഗിക ബുദ്ധി മാത്രമാണ് ഇതിന് പിന്നിൽ. എതിർക്കും, നിന്നെ പോലുള്ള സംഖ്യകൾ എന്തായാലും എതിർക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അവർക്ക് തലച്ചോറിന്റെ സ്ഥാനത്ത് തലച്ചോറ് തന്നെയാണുള്ളത്, അല്ലാണ്ട് ചാണകമല്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നെയും ഇവിടുത്തെ ജനങ്ങൾ എതിർക്കുന്നത്. പിന്നെ നിന്നെ ആരും സംഖ്യയാക്കി ചിത്രീകരിച്ചിട്ടൊന്നുമില്ല. നീ നല്ല ഒന്നാം തരം സംഖ്യയായി മാറി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്നെ എല്ലാവരും പിടിച്ച് സംഖ്യയാക്കി മാറ്റിയെന്നും പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കല്ല മോനെ. ഇത്രയും ദിവസം സംഖ്യ വിളി നിനക്കൊരു കുഴപ്പമേ അല്ലായിരുന്നല്ലോ. അപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോ എന്ത് പറ്റി? സംഖ്യ വിളി ഒരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ? ഒരു സംഖ്യ ആയപ്പോ പണ്ടത്തെ പോലെ ആളുകളൊന്നും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്ത് പറ്റി മോനെ? സാരില്ല കേട്ടോ, ഇതൊക്കെ പതുക്കെ ശീലായിക്കോളും. എന്നാലും വാക്കുകൂടി പറഞ്ഞാട്ടെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പുതുതലമുറയുടെയും പഴയ തലമുറയിൽപ്പെട്ട ഭൂരിഭാഗം മനുഷ്യർക്കും എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത്, മുന്നണി രാഷ്ട്രീയം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. ആണോ കുഞ്ഞ്? എന്നാ പിന്നെ എല്ലാം തികഞ്ഞ നീ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്നും എന്താണ് മുന്നണി രാഷ്ട്രീയം എന്നൊക്കെ നീ തന്നെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്താട്ടെ. ഇവന്റെ ഡയലോഗടി നോക്കണം നിങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല പോലും. ഇവര് മാത്രം എല്ലാം അറിയുന്ന, എല്ലാം തികഞ്ഞൊരു മഹാത്മാവ്. ഇങ്ങനെ ഒരു സ്വയം പൊങ്ങി ഊള എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. എന്തായാലും ബാക്കിയൂടെ വെച്ച് നോക്കാം. T20 സ്വതന്ത്ര ആശയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടി BJP ലയിച്ചതല്ല, മറിച്ച് സ്വന്തം ആശയത്തിൽ നിന്നുകൊണ്ട് വികസനം നടപ്പിലാക്കാൻ മുന്നണിയിൽ ഭാഗമാകും. ഇനി എന്താണ് മുന്നണി? ഒറ്റയ്ക്ക് നിന്നാൽ അധികാരം ലഭിക്കില്ല എന്ന സാഹചര്യത്തിൽ പല ആശയങ്ങൾ ഉള്ളവർ ഒരു പൊതു ആശയത്തിൽ എത്തിയ ശേഷം ഒരുമിച്ച് നിൽക്കും. NDA കേരളത്തിൽ മുന്നോട്ട് വെച്ചത് ജനക്ഷേമവും വികസനവുമാണ്. അണ്ടിയാണ്. NDA മുന്നോട്ട് വെക്കുന്നത് ജനക്ഷേമവും വികസനവുമാണ് പോലും. ജനങ്ങളെ മതത്തിന്റെ പേരും പറഞ്ഞ് ഭിന്നിപ്പിച്ചും തമ്മിൽ അടുപ്പിച്ചും ഒക്കെയാണ് ഈ വർഗീയ പാർട്ടി ഇവിടെ നിലനിൽക്കുന്നത് തന്നെ. ഇവർ അധികാരത്തിലേറിയ സകല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ നോക്കിയാൽ മാത്രം മതി കാര്യം മനസ്സിലാകും. NDA ഭരണത്തിൽ വന്ന് ജനക്ഷേമവും വികസനവും കൈവരിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ കേരളത്തിനില്ല. ഇന്ത്യയിൽ NDA ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ വികസനത്തിന്റെ ആയാലും മറ്റേത് നല്ല കാര്യങ്ങളായാലും അവരെക്കാളൊക്കെ എത്രയോ മുകളിലാണ് നമ്മുടെ കേരളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ NDAയുടെ വികസനവും ജനക്ഷേമവും അഖിൽമാരേറെ അത് നിന്റെ വീട്ടിൽ നടപ്പാക്കിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾ മുറുകെ പിടിക്കുന്ന ചില ആശയങ്ങളുണ്ട്. സൗഹൃദമുണ്ട്, മതേതരത്വമുണ്ട്. അത് തകർത്തുകൊണ്ട് ഇവിടെ വർഗീയതയുടെ വിത്ത് മുളപ്പിച്ച് കാലാകാലം ഇവിടെ ഭരിക്കാനാണ് NDA ശ്രമിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെയാണല്ലോ അവരെല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് അത് വേണ്ട. എന്തായാലും ഇനി ഈ പോസ്റ്റിന്റെ ബാക്കിയുള്ള ഭാഗം ഒറ്റയടിക്ക് നമുക്ക് വായിക്കാം. ഇവൻ എഴുതി വെച്ചിട്ടുള്ള ഓരോ വരികൾക്കും മറുപടി കൊടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ അതിനുള്ള സമയമില്ല. പിന്നെ ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ബാക്കിയുടെ വെച്ച് നോക്കാം. മോദി വിരോധം എന്ന ഒറ്റ ആശയമാണല്ലോ അല്ലെങ്കിൽ
നിലനിൽപ്പെന്നൊറ്റ ചിന്തയാണല്ലോ ഇന്ത്യയിൽ INDI മുന്നണി ഉണ്ടാവാൻ കാരണം. അല്ലാതെ ശിവസേനയും CPIയും എല്ലാവരും ഒരുമിച്ച് നിന്ന് കോൺഗ്രസ് ആശയം നടപ്പിലാക്കാനല്ലല്ലോ. വികസനം, ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക നയം എന്നീ കാര്യങ്ങളിൽ ഒന്നിക്കുക. മുന്നണിയായി തുടരുമ്പോൾ ഓരോ പാർട്ടിയും അവരുടെ ആശയവും അഭിപ്രായവും ഉണ്ടായിരിക്കും. CPIന്റെ നയങ്ങളും എത്രയോ തവണ CPI വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ ചെയ്യുന്നത് ന്യായീകരിക്കാൻ ലീഗ് നേതാക്കൾ വരുമോ? ലീഗ് നേതാക്കളെ മുൻകാര്യങ്ങളിൽ സുധീരൻ ഉൾപ്പെടെ എത്രയോ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് അത് പറ്റാതെ പോകുന്നത് വിമർശിച്ചിട്ട് നിലനിൽക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. ഭരണമായ നയങ്ങളിൽ ചർച്ച നടത്തി പൊതു അഭിപ്രായങ്ങളിലെത്തും. അഖിൽ മാരാരോട് ചേർന്നത് മതേതര ബോധമുള്ള വികസന കാഴ്ചപ്പാടുള്ള കേക്കമ്പലം പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വേണ്ടി മികച്ച ഭരണം സമ്മാനിച്ച, കേരളത്തിന് അഭിമാനമായ 15,000-ഓളം പേർക്ക് തൊഴിൽ നൽകുന്ന ക്രൈസ്തവനായ സാബു ജേക്കബ് നയിക്കുന്ന 2020-ലാണ്. ആ ബോധം ഇല്ലാത്തവന്മാര് അവരുടെ വിവരക്കേട് വിളിച്ചു കൂവുമ്പോൾ തലച്ചോറ് നശിച്ച ജനതയോട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഉത്തരവാദിത്തമായതുകൊണ്ട് എഴുതുന്നു എന്ന് മാത്രം. ഇനി 2020 കേക്കമ്പലത്ത് തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ച് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് നാട് നന്നാക്കാനല്ലല്ലോ. ഇടതനും വലതനും കട്ടുമുടിച്ച് കടം കയറി ഇല്ലാതാക്കിയ ഒരു പഞ്ചായത്തിന്റെ കോടികൾ ബാങ്ക് ബാലൻസുമുള്ള പഞ്ചായത്താക്കി മാറ്റിയത് സാബു ജേക്കബിന് നാടിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്, കാഴ്ചപ്പാടുള്ളത് കൊണ്ടും അഴിമതി ഇല്ലാതാക്കിയതും കൊണ്ടാണ്. അപ്പൊ 2020 ഇല്ലാതാക്കാൻ ഒന്നിച്ച് രാഷ്ട്രീയ നപുംസകൾക്ക് ജനത്തെ ചതിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നാട് വികസനം നല്ലത് ഈ നാട്ടിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഒരു കപട രാഷ്ട്രീയം, കേമമരങ്ങൾ ചെയ്തികൾക്ക് മനസ്സ് മടുത്തവരാണോ നിങ്ങൾ? ജാതി ഭേദമന്യേ നമുക്കിവിടെ ഒരുമിച്ച് നിൽക്കാം. 2020 കാഴ്ചപ്പാടുകൾ നിലനിർത്തി രാജ്യത്തിന്റെ വികസനത്തിനായി, മോദിജി മുന്നോട്ട് വെക്കുന്ന വികസന ഭാരതത്തിനായി, വികസനം എന്ന ലക്ഷ്യത്തെ നേടിയെടുക്കാൻ നമുക്ക് ഒരുമിക്കാം. മോദിജി മുന്നോട്ട് വെക്കുന്ന വികസന ഭാരതം പോലും എന്തൊക്കെ കേൾക്കണം. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതും പോരാ, എന്നിട്ട് ഇവനെ സംഖ്യ എന്ന് വിളിക്കുന്നതാണ് ഇവന്റെ പ്രശ്നം. കേരളത്തെ വികസിപ്പിക്കാനാണ് പോലും ഇവൻ NDയുടെ ഭാഗമായി T20യിൽ ചേർന്നത്. ഇപ്പൊ BJPയെയും മോദിജിയെയും ഒക്കെ വാ തോരാതെ പുകഴ്ത്തുന്ന ഇവന്റെ പഴയൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടോക്കി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പൊ അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നും അല്ല. പക്ഷെ രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറിയിട്ടിട്ടുണ്ടല്ലോ, യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണല്ലേ. നിന്റെ തിരുവായിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ പറ്റിയല്ലോ, സന്തോഷം. BJP ആണ് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും ഭിന്നിപ്പിച്ചതെന്ന് നീ തന്നെ പറയുന്നു. എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അതേ പാർട്ടിയുടെ ഭാഗമായി തന്നെ ഇലക്ഷനിൽ നിൽക്കുന്നു, ആ പാർട്ടിയുടെ ആശയങ്ങളെ പുകഴ്ത്തുന്നു. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന മോദിജിയെ പുകഴ്ത്തുന്നു. ഈ പാർട്ടിയുടെ അജണ്ട വർഗീയതയുമാണെന്ന് പണ്ട് പറഞ്ഞ നീ തന്നെ ഇപ്പൊ വന്ന് പറയുന്നു വികസനവും ജനക്ഷേമവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടിയിൽ ചേർന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാരാറൻ നിന്നെ നിലപാടില്ലാത്തവനെന്ന് വിളിക്കുന്നത്. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണ് നിന്റേത്. നിന്റെ വാക്സാമർത്ഥ്യം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കുറെ കാലം നീ പറ്റിച്ചു. പക്ഷെ പതുക്കെയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ നിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. BJPയുടെ വർഗീയതയെക്കുറിച്ചും വിഭാഗീയതയെക്കുറിച്ചും ഒക്കെ പണ്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ഇവൻ NDAയിൽ ചേർന്നതിന് ശേഷം ചെയ്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണം. കേട്ടോക്കാം. ഇപ്പൊ സീക്രട്ട് ഏജന്റിനോട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അഖിൽ ഇത് വളരെ ബ്രില്യന്റ്ലി ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അതായത് അഖിലിന് BJPയിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ BJP പലപ്പോഴും വിമർശിക്കപ്പെടുന്ന വർഗീയതയുടെയും ഈ ചാണകക്കുഴി ആശയങ്ങളുടെയും ഒക്കെ ഉള്ളിൽ പോയി വീഴാൻ പേടിയാണ്. അതുകൊണ്ട് 2020യുടെ ഒരു സ്റ്റാൻസ് എടുത്തുകൊണ്ട് ആ കുഴിയുടെ അറ്റത്ത് വന്നു നിന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഏറെക്കുറെ എങ്ങനെയാണ്, മുഴുവനായും ഇങ്ങനെയല്ല. ഇതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? അത് മുഴുവനുമായും ഒരു BJPക്കാരനാവാൻ വയ്യാത്തത് കൊണ്ടാണ് 2020യിലേക്ക് പോയത്. അതിന് എങ്ങനെയാ നിങ്ങൾ ആദ്യം രാഷ്ട്രീയം അറിയാവുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സീരിയസ്ലി ഞാൻ പറഞ്ഞത് ഇവിടെ നടന്നിട്ട് ഞാൻ പലതും കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ കുറിച്ചിട്ട് ABCD എന്താണെന്ന് രാഷ്ട്രീയമെന്നോ ഇന്നലകളിൽ നടന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വെറും സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, വായി തോന്നുന്ന പറയുക, അങ്ങനെ കുറെ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്താണ് നാടിന് പ്രയോജനം? നിങ്ങൾക്ക് ചിലപ്പോൾ അഖിൽമാരെ പറ്റി ആരെങ്കിലും ഒരുത്തം പറയുമ്പോൾ 10 പേര് ഒന്ന് തെറി വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. 2020 BJPയുടെ ചാണകക്കുഴിയുടെ അറ്റത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ വിവരക്കേട്. നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? ഇത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് അല്ലെങ്കിൽ 89 ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുക ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം.
അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. ആഹാ, കൊള്ളാലോ. അപ്പൊ എന്താണ് മാരാരങ്ങൾ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിലെ മുസ്ലിം പള്ളികളെല്ലാം RSSന്റെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത് എന്നാണോ? RSS വിചാരിച്ചിരുന്നെങ്കിൽ ബാബരി മസ്ജിദ് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പള്ളികളും പൊളിക്കാമായിരുന്നു പോലും. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. എന്തൊരു മഹാമനസ്കരാണ് RSSകാരി. നീ പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് മാരാറെ? എന്തായാലും എൻഡിയുടെ ഭാഗമായതിന് എല്ലാ ഗുണങ്ങളും നിനക്ക് കാണാനുണ്ട്. ബാബരി പൊളിച്ചതിനെ ന്യായീകരിക്കുന്നു, വേണ്ടി വന്നാൽ എല്ലാ പള്ളികളും പൊളിക്കാനുള്ള ശക്തി RSSനുണ്ട് എന്ന് പറയുന്നു. കൊള്ളാം മാരാറെ. ഇപ്പോഴാണ് നീ എല്ലാം തികഞ്ഞൊരു 916 സംഖ്യ ആയത്. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും എന്നെ പിടിച്ച് സംഖ്യ ആക്കിയെന്നും പറഞ്ഞ് കരയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ നല്ലൊരു ഒന്നാം തരം വർഗീയ സംഖ്യയാണെന്ന് നീ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എൻഡിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ ആതിര ഡി നായരിലേക്ക് ഒന്ന് പോകാം. ഇലക്ഷൻ കഴിയുന്നതോടെ ആതിരയൊക്കെ അപ്രത്യക്ഷയാകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ആതിര ഇപ്പോഴും ഇങ്ങനെ ലൈവായി നിൽക്കുകയാണ് മക്കളെ. ഈ വോട്ടെടുപ്പിന് അന്ന് ആതിര ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്തത് ഒരു വിവാദമായിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ആതിര കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഞാൻ അന്ന് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ്, ആൾക്കാർ ക്യൂ ഉണ്ടെങ്കിൽ ഞാൻ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തോളാം. എന്നിട്ട് എന്ത് പറ്റി? വോട്ടെടുപ്പിന് അന്ന് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്തതാണല്ലോ ഞങ്ങൾ കണ്ടത്. ക്യൂവിന്റെ ഏറ്റവും ബാക്കിലായിരുന്നു ചേച്ചി നിന്നിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ക്യൂ ഒഴിവാക്കി നേരെ വോട്ട് ചെയ്യാൻ വേണ്ടി കയറി പോകുന്നു. ക്യൂ നിന്നിട്ടേ വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. സ്വന്തമായൊരു തീരുമാനം എടുത്തിട്ട് അതുപോലും നടപ്പിലാക്കാൻ ശേഷിയില്ലാത്ത ആളാണോ ഇവിടെ MLA ആയിട്ട് മലമറിക്കാൻ പോകുന്നത്? എന്നാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. കാരണം അവർ ഓൾറെഡി ഇപ്പം നമ്മളെല്ലാ ബൂത്തിലും മാക്സിമം, എല്ലായിടത്തും പറ്റില്ല, 177 ബൂത്തുണ്ട്, എന്നിരുന്നാലും മാക്സിമം ബൂത്തുകളിൽ പോകണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ രാവിലെ തൊട്ട് ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടുത്തെ എൻ്റെ ബൂത്ത് നമ്പർ 60 അവിടെ നല്ല രാവിലെ തൊട്ടേ നല്ല തിരക്കാണ്. ഞാൻ ആദ്യം 7 മണിക്ക് പോകാനിരുന്നു. അപ്പോൾ തൊട്ടേ നല്ല ക്യൂ ആണ്. അപ്പോൾ തിരക്ക് കുറയുമ്പോൾ നമുക്ക് പോകാം, ക്യൂ ഉണ്ടെങ്കിൽ നിന്ന് കയറിക്കോളാന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് അറിയാമായിരുന്നത് ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിലെ പ്രശ്നമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെ അറിയാവുന്നവരാണ്, ഈവൻ നാട്ടുകാരടക്കമാണ് അവിടെ വെച്ച് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ അത് മോശമാണ്. എനിക്കതിനോട് പേഴ്സണലി താല്പര്യം. കാരണം ഈ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തപ്പോഴും എൻ്റെ ഫസ്റ്റ് വോട്ട് ചെയ്ത 2 ഇലക്ഷനിലും ഞാനും എൻ്റെ അമ്മയും ക്യൂ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്, ക്യൂ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത് മോളെ. അത് വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ ഞാൻ അവിടെ ക്യൂ നിന്നതാണ്. പക്ഷേ അന്നേരം അവർ അകത്ത് പോയി അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ചു. അപ്പോൾ അവരിതുപോലെ നമുക്ക് പോകേണ്ടതാണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് നമ്മളെ അറിയുന്നവരാണ്, നമ്മുടെ നാടാണല്ലോ, നമ്മളെ അറിയുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മോളെ നിൽക്കണ്ട, നീ പോയി ചെയ്തിട്ട് പോക്കോ. ഞാൻ ഇല്ലേ ചെയ്യാൻ നിന്നോളം, എനിക്ക് കുഴപ്പമില്ലാന്ന്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇവർ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് എന്നോട് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവർ പോയി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ പോയി അകത്ത് ചോദിച്ചു. അപ്പോൾ അവിടെ ഓഫീസർ പറഞ്ഞു, അയ്യോ അപ്പോൾ തിരക്കുള്ളതല്ലേ, അപ്പോൾ കയറി വന്ന് ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു, എൻ്റെ പൊന്നേട്ടാ, ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാൻ ഞാൻ അവരോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടാ അവർ വീഡിയോ എടുക്കുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നവരും ഇപ്പം നമ്മുടെ ആൾക്കാർ മാത്രമല്ല, നിന്നവരടക്കം എല്ലാവരും മോളെ തിരക്കല്ലേ, പോയിട്ട് വാ, അതൊന്നും പ്രശ്നമില്ല, അവിടെ നിന്ന് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല മോളെ. ആരൊക്കെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലും നീ നിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. ഞാൻ വരും നിന്നെ വോട്ട് ചെയ്യുമെന്ന് കട്ടായം പറയണമായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനും ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കിൽ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. സ്വന്തമായി നിലപാട് വേണം. ക്യൂ നിന്നെ വോട്ട് ചെയ്യുമെന്ന സ്വന്തം നിലപാട് പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ആളാണ് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. കുട്ടിക്ക് പറ്റിയ പണി ഇൻസ്റ്റാഗ്രാമിൽ ഗെറ്റ് റെഡി വിത്ത് മീ പോലുള്ള റീലുകൾ ചെയ്യുക, ക്യൂട്ട്നെസ് വാരി വിതറുക, അതൊക്കെയാണ്. അല്ല, മെയ് 4 കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. എന്തായാലും തൂറാത്തോൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് NDA സ്ഥാനാർത്ഥികളുടെ അവസ്ഥ. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അത് അഖിൽമാരായാലും ആതിരാടി നായരായാലും എല്ലാവരും കണക്കന്നെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.